പലസ്തീൻ ഐക്യദാർഢ്യ മൈം വീണ്ടും വേദിയിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് മൈം വീണ്ടും അവതരിപ്പിച്ചത്. പൂർണ്ണമായും കലോത്സവ നിബന്ധനകൾ പാലിച്ചായിരുന്നു മൂകാഭിനയം. വെള്ളിയാഴ്ച മൈം തടസ്സപ്പെടുത്തിയ അധ്യാപകർ ഇന്ന് സ്കൂളിലെത്തിയില്ല. കഴിഞ്ഞ ദിവസം മാറ്റിവെച്ച കലോത്സവം ഇന്ന് നടത്തുകയായിരുന്നു. ഒക്ടോബർ 3-നായിരുന്നു കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ആരംഭിച്ചത്. വേദി 1-ൽ നടന്ന പലസ്തീൻ ഐക്യദാർഢ്യം പ്രമേയമാക്കിയ മൈം അധ്യാപകർ ഇടപെട്ട് നിർത്തിവെക്കുകയായിരുന്നു. പലസ്തീൻ കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളടക്കം കുട്ടികൾ അവതരിപ്പിച്ചിരുന്നു. മൈം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അധ്യാപകർ വേദിയിലെത്തി കർട്ടനിടാൻ ആവശ്യപ്പെട്ടത്. പലസ്തീൻ ജനതയോട് എന്നും ഐക്യദാർഢ്യ നിലപാടാണ് സർക്കാരിനുള്ളതെന്നും പലസ്തീനിൽ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കേരളമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. വിദ്യാർത്ഥികൾക്ക് വീണ്ടും മൈം അവതരിപ്പിക്കാൻ അവസരം നൽകുമെന്ന് വി ശിവൻകുട്ടിയെ അറിയിച്ചതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ ഇന്ന് വീണ്ടും മൈം വേദിയിലെത്തിച്ചത്. സംഭവത്തിൽ DDE പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. അധ്യാപകരെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് DDE നൽകിയതെന്നാണ് ആരോപണം. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്നായിരുന്നു DDEയുടെ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.